എൻ്റെ ഗ്രൂപ്പിലൊക്കെ ഭയങ്കര സംശയം അത്ര കാലുകൊണ്ട് എങ്ങനെ ചെറുകെട്ട് കെട്ടും എന്നൊക്കെയാണ് പറയണേ. കാലുകൊണ്ട് ചെറുകെട്ട് കെട്ടണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ അന്ന് ഇട കൂട്ടി നിന്നൊരു ആനയുടെ അടുത്തേക്ക് കാലുകൊണ്ട് പോയി മെല്ലെ ചങ്ങല ഇങ്ങനെ കണ്ട് ഇട്ടു. ഇതിനെ കണ്ട് ഇട്ടിട്ട് ഇതിനെ മെല്ലെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആന നമ്മൾ ചാടിക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ ആനയുടെ അടുത്ത് അരുതേന്നൊക്കെ പറഞ്ഞ് നിൽക്കണം. ഇതൊക്കെ നോക്കി കണ്ട് ചെയ്യേണ്ട പരിപാടി അതൊക്കെ. അപ്പോൾ ആന ലോക്കായി. ഈ ചെറുകെട്ട് കെട്ടണമെന്ന് ഞാൻ കാണിച്ചു തരാം. അവന് കാലുകൊണ്ട് ചെറുകെട്ട് കെട്ടണത് എങ്ങനെയാണെന്ന് അറിയണം അത്രേ. അവ അതുവരെ കണ്ടിട്ടില്ല. അന്ന് നീ പഠിച്ച കോളേജിലല്ല നമ്മൾ പഠിച്ചേക്കണത്. അത് മനസ്സിലാക്കുക നീ കേട്ടാ. തലത്തിനനുസരിച്ച് പോയിട്ട് വെല്ലുവിളിച്ചോളോ. ഇതൊക്കെ നമ്മൾ നിന്നിട്ട് ഒരാനയുടെ അടുത്ത് നിന്ന് നീ ഒരു ആനക്കാരനല്ലേ. അപ്പം നിനക്കറിയില്ലേ ഒരു ആന എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന്? വെല്ലുവിളിക്കുമ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ടൊക്കെ വെല്ലുവിളിച്ചോളോ. കാലുകളുടെ ചെറുകെട്ട് കെട്ടണ എങ്ങനെയാണെന്ന് അവൻ അറിയില്ല എന്ന് അവൻ പറഞ്ഞു. അവൻ കണ്ടിട്ടില്ല അത്രേ. അവർക്ക് നീ കാണാത്ത പണി കുറേയൊക്കെ എടുക്കുന്നുണ്ട് വട്ടാ. നീ അതൊക്കെ കണ്ട് പറ്റണമെങ്കിൽ കുറച്ചും കൂടി മൂക്കണം. മനസ്സിലായാ? ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചേക്ക് വിടണതാണ്. ഞാൻ വെറുതെ തള്ളാറില്ല. നിങ്ങളുടെ ഒന്നും പോലെ വെറുതെ വീട്ടിൽ വന്നിരുന്നിട്ട് ഞാൻ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ തള്ളി ആനപ്പണി എടുക്കല്ല. ഞാൻ അവിടെ ചെയ്ത് കാണിക്കും. നമ്മളിതാ ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ലടാ ഈ പരിപാടി. ഇപ്പൊക്കെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നതാ. കാലുകൊണ്ട് ചെറുകെട്ട് കെട്ടണത് എങ്ങനെയാണെന്ന് കാണിച്ച് തന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നതാട്ടാ. ഇത്രയൊന്നും ലോക്കാക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിൻ്റെ വർത്തമാനത്തിൻ്റെ പേരിൽ ഞാനൊന്ന് ലോക്കാക്കി ഇടണമെന്നുള്ളൂ. ഇത്ര മതി ഒരാനക്ക്. മനസ്സിലായാ? കാലുകൊണ്ട് ചെറുകെട്ട് കെട്ടണത് ഇങ്ങനെയാണ് കേട്ടാ. അപ്പോൾ കുറേശ്ശൊക്കെ ഗ്രൂപ്പിൽ കയറി തള്ള മുട്ടേ. നമ്മളിതൊക്കെ കേട്ടിട്ട് അവിടെ ഇരിക്കണേട്ടാ. ഞാൻ പിന്നെ മിണ്ടാത്തതാ എന്തെങ്കിലും ആട്ടെ എന്ന് വെച്ചിട്ട്. ഇപ്പോൾ ചെറുകെട്ട് കെട്ടാൻ കഴിഞ്ഞിട്ട് കുറേ വലിയ കുത്തൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ ഒരു പൊസിഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാനതിന് സുഖമായിട്ട് നമുക്ക് തളയ്ക്കാൻ പറ്റും. ഇടുമ്പോഴൊക്കെ അത്ര ആനേനെയും ശ്രദ്ധിക്കണം, നമ്മളും ശ്രദ്ധിച്ച് നിന്നിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. മനസ്സിലായോ? അതിന് കുറച്ച് ക്ഷമ എന്ന് പറയുന്ന സാധനമൊക്കെ വേണം ആനകളുടെ അടുത്ത് നിന്ന് പെരുമാറുമ്പോൾ. നിങ്ങളങ്ങനത്തെ ആൾക്കാരല്ലല്ലോ. ഞാനിതൊക്കെ ചെയ്യണത് കണ്ടിട്ട് ദൃക്സാക്ഷികളുണ്ട്, അല്ലാണ്ട് വെറുതെ വന്നിരുന്ന് തള്ളല്ലോ. അവരും വീഡിയോ കണ്ടോണ്ടിരിക്കണല്ലോ. അല്ലെങ്കിൽ അവരും ഒന്ന് പറയില്ലേ ബിനു വന്ന് വെച്ചാൽ പറഞ്ഞത് ശരിയല്ലേട്ടോ എന്ന് പറയില്ലേ. ഇതാണ് കാലുകൊണ്ട് ചെറുകെട്ട് കെട്ടല് കേട്ടാ. അപ്പോൾ തരത്തി പോയി കളിച്ചോളോ.